Beyond the curriculum, we teach our students the culture, traditions, and Malayalis, all good country people, Bharat lend me your and ears. Kerala have. മാർക്ക് ആന്റണി വേണ്ട, ശരിയാവില്ല. ചിരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് ക്ലാസ് റൂമിലും സ്റ്റാഫ് റൂമിലും തീർക്കേണ്ട ഒരു കേസ് അത് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിട്ട് അതിൽ സ്റ്റേറ്റിനെ മുഴുവൻ കുളം കലക്കി മീൻ പിടിച്ചിട്ട് ഈ ചിരിയില്ലേ, ഇത് മറ്റേ സെക്യുലറിസത്തിനെ മറ്റേ ശവപ്പെട്ടിയിലാക്കിയിട്ട് അവസാനത്തെ ആണി അടിച്ചിട്ടുള്ള ചിരിയാണ്. പിന്നെ സിസ്റ്റർ ഇങ്ങനെ ചിരിച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞുകൊണ്ട് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ചിലപ്പോൾ കാസക്കാരുടെ ഗ്രൂപ്പിലും കുറേ ക്രിസംഖികളുടെ ഗ്രൂപ്പിലും വിവരമില്ലാത്ത ക്രിസ്ത്യാനികളുടെ ഗ്രൂപ്പിലും ചിലപ്പോൾ കറങ്ങി നടക്കുമായിരിക്കും. പക്ഷേ ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുഖത്തേക്കുള്ളൊരു തുപ്പലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ എന്തായാലും നിലവിൽ കേരളത്തിലുണ്ടാവില്ല, മീൻസ് ലോകത്തും ഉണ്ടാവില്ല. പിന്നെ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻസ് എന്തായാലും കേരളത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ വല്ല ഉന്നത കൊലകളെ കിട്ടും, മറ്റേ തോമസ് ലിഹ മതം മാറ്റിയ നമ്പൂരിമാരെ കിട്ടും, വേറെ ആരെയും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കത്തോലിക്ക വൈദികരൊക്കെ പുറത്തു പോകുമ്പോൾ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകാറുണ്ട്. മീൻസ് നല്ല ഷർട്ട്, നല്ല പാൻറ്, നല്ല കുട്ടപ്പനായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാറുണ്ട്. ചിലപ്പോൾ കുർത്ത, ചിലപ്പോൾ മുണ്ടുടുക്ക. പക്ഷേ ഈ കന്യാസ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല, മീൻസ് പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഇത് ഞാൻ വലിയ മതത്തിന്റെ പ്രശ്നമാക്കാനൊന്നുമല്ല. ജെൻഡർ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ സംഭവമാണ്. ജെൻഡർ പൊളിറ്റിക്സ് പറഞ്ഞാൽ ചിലപ്പോൾ മതങ്ങളും ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് ജെൻഡർ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ മറ്റേ ഓൾട്ടർ ബോയ്സ് ഇല്ലല്ലോ, ഓൾട്ടർ ഗേൾസ് ഇല്ലല്ലോ കേട്ടോ. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.